പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലെപ്പാട് ചത്ത് കിടപ്പുണ്ടായിരുന്നു. ഹായ് ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ വാഗമണ്ണിന് പോവുകയാണ്. കൂട്ടിക്കൽ എളങ്കാട് വഴിയാണ് പോകുന്നത്. പുതിയൊരു റോഡാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് ഫുൾ ഓഫ് റോഡാണ്. ആക്ച്വലി ഉരുളൊക്കെ പൊട്ടി അവിടെയൊക്കെ നശിച്ച് കിടക്കാം. ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മൈൽഡ് ഓഫ് റോഡ്. അപ്പോൾ നമ്മുടെ താറുണ്ട്, നമ്മുടെ ജിമ്മിയുണ്ട്. താർ 2 വീൽ. അപ്പോൾ താർ 2 വീലിൻ്റെ പെർഫോമൻസും കൂടെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. താർ 2 വീൽ സർവൈവ് ചെയ്യുമോ എങ്ങനെ നമുക്ക് ഇവിടെ കണ്ടറിയാം. പിന്നെ ഇത്രയും പേരുണ്ട് ആൾക്കാർ. ഇനി ആൾക്കാരുണ്ടായിരുന്നല്ലേ? നമ്മുടെ ആൾക്കാരൊന്നും എത്തിയില്ല. ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മളിന്ന് പോകുന്നത് വാഗമണ്ണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇത് വാഗമണ്ണിൽ നിന്നും ഇത് ഇളങ്കാടിൽ നിന്നും വാഗമണ്ണിലേക്ക് പോകുന്ന പാതയോരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് ഇപ്പം നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, എന്നാൽ പോലും കുറേ ആൾക്കാർക്ക് അറിയാം. കാരണം ഈ റൂട്ടിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. പക്ഷേ കയറുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കയറുന്ന ആൾക്കാർ ഇവിടെ നശിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോറുള്ളത്. കണ്ടില്ല, ഈ റോഡ് ഏകദേശം 2-3 കൊല്ലം ആയിട്ട് പണിയുന്ന റോഡാണ്. 2 പ്രളയങ്ങളെയൊക്കെ അതിജീവിച്ച റോഡാണ്. മെറ്റിലടിച്ച് നല്ല വൃത്തിക്ക് ഇത് പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് പ്രളയം വന്ന് ഇതിനെ തൂക്കി. പക്ഷേ എന്നാൽ പോലും അടിപൊളിയായിട്ട് ഇപ്പോഴും വണ്ടികൾക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. 4x4 വെഹിക്കിളാണ് കൂടുതലും അടിപൊളിയായിട്ട് കയറിപ്പോകുന്നത്. 2 വീൽ ജീപ്പുകളും 2 വീലിലായിട്ടുള്ള താറ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇതിൽ കടന്നു പോകും. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഈ ഇൻക്ലൈൻ ആയതുകൊണ്ട് വണ്ടി കുറഞ്ഞ് സ്പിൻ ചെയ്യും. കാരണം നല്ല ഇൻക്ലൈനാണ്, നല്ല ഹൈറ്റിലോട്ടാണ് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഈ വരുന്ന താറ് കണ്ടില്ല, ഇതിൻ്റെ ബാക്കിലെ ടേഴ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ലപോലെ സ്പിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4x4 എൻഗേജ് ചെയ്താണ് പോയത്. 4x4 ഹൈ ഗിയർ എൻഗേജ് ചെയ്ത് പോയതുകൊണ്ട് ജിമ്മിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഞങ്ങൾ സ്ഥിരം കയറി പോകാറുള്ള ഒരു ലൊക്കേഷനാണിത്. അങ്ങനെ നമ്മുടെ വഴിയിലേക്ക് എത്തുകയാണ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. കാരണം വേനൽക്കാലമല്ല, കണ്ടില്ലേ, പൊടിയൊക്കെയാണ്, ഡസ്റ്റിയാണ്. കാണുന്നവർക്ക് വീഡിയോ കാണുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷെ ഭയങ്കര ഡസ്റ്റിയാണ്. നമുക്ക് ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അരോചകാവസ്ഥയാണ്. കാരണം ഒരു പച്ചപ്പും ഹരിതാപവും ഒന്നുമില്ല. പക്ഷെ പച്ചപ്പും ഹരിതാപം ഉള്ള സമയങ്ങളിൽ ഇതിനെ വെല്ലാൻ വാഗമണ്ണിൽ വേറെ സ്ഥലങ്ങൾ 100% ഇല്ലെന്ന് പറയാം. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഒബ്സ്റ്റാക്കിളായിരുന്നു. അവിടെ ഈ താറ് സിമ്പിളായിട്ട് കയറി. ജിംനിയുടെയും താറിൻ്റെ സസ്പെൻഷൻ വെരി ഡിഫറെൻ്റ് ആകട്ടോ. കാരണം താറിൻ്റെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ജിംനിയുടെ റിജിഡ് ആക്സിൽ സസ്പെൻഷനുമാണ്. ഈ റിജിഡ് ആക്സിൽ സസ്പെൻഷൻ ഈസി ആയിട്ട് കയറിപ്പോവും, എവിടെയും കയറിപ്പോവും. അത് നമ്മുടെ ജീപ്പ് റാംഗ്ലർ, അതുപോലെ തന്നെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസറിലൊക്കെ വരുന്നൊരു സസ്പെൻഷനാണ് ഈ റിജിഡ് ആക്സിൽ സസ്പെൻഷൻ. അത് ജിംനിയിലും ഉണ്ട്. താറിൻ്റെ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ മാത്രമല്ല, ഇവിടെ 4x2 4x4 തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. പക്ഷേ ഈ താറ് നമുക്ക് കണ്ടറിയാം, ഇതിൻ്റെ DNA എന്ന് പറയുന്നത് പക്ക ഒരു ഓഫ് റോഡ് DNA ആണ്. കാരണം ഇത് ലാഡർ ഫ്രെയിമിൽ വരുന്ന ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലാഡർ ഫ്രെയിം എന്ന് പറയുന്ന ഷാസിയിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു DNA ഉണ്ട്. അവൻ എത്ര ഇതായാലും കയറിപ്പോകും. കാരണം ജീപ്പിൻ്റെ ഒക്കെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും 4x2 താറിലാണെങ്കിലും ഉണ്ട്. കാരണം നമ്മൾ മൂന്നാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താ, 4x4 അല്ല പല ജീപ്പേഴ്സും ഓഫ് റോഡ് ചെയ്യുന്നത്. അവരൊക്കെ 4x2 നമ്മളെ ഇങ്ങനെ ട്രിപ്പ് സഫാരി എന്നൊക്കെ പറഞ്ഞ് ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. പക്ഷേ അതൊക്കെ ഒരു മനക്കട്ടിയും വണ്ടിയുമായിട്ടുള്ളൊരു വഴക്കമാണ് എപ്പോഴും അതിന് നമുക്ക് അവിടെ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ താറ് വന്നിട്ട് ലോക്ക് ആവുന്നുണ്ട്. ബാക്കി കാണാം. ഏതോ വൃത്തം വന്ന് കളച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ മൂട് പോയി. അപ്പൊ അവിടെ ഇട്ടിട്ട് പോയി. അവിടെ താറും കയറുന്നില്ല. കെട്ടി വലിക്കടാ, റോപ്പട് ക്ലച്ച് മടുപ്പായിരിക്കാനാ പറഞ്ഞ. ഈ കല്ല് മാറ്റി വേണം ഓടി വന്ന് ഇച്ചിരി കയറി അവിടെ നിൽക്കാം. ആ കല്ലൊക്കെ പൊടിഞ്ഞു പോയി വെച്ചാനെ. ഞാൻ പറയട്ടെ, ഈ സ്പേസ് ഷോക്കേന്ന് ചവിട്ടിയിരിക്കുന്നുണ്ടോ ഈ സാധനം ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത്. ഒന്നല്ലേ ഇവിടെ വലിയ കല്ലിട്ട് ആ കല്ലെ ചവിട്ടി കയറും. നീ ആ വലിയ അങ്ങോട്ട് നീക്കാ, റബ്ബർ വന്ന് കയറും. അതെങ്ങോട്ട് നീക്കാനെ, കാല് അങ്ങോട്ട് വിടാം.
വാട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒറ്റ കൊടുക്കും. ഈ സാധനം എടുത്ത് ലോക്ക് ചെയ്ത് വെച്ചാൽ പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇത്ര ഈ ഒബ്സ്റ്റക്കിൾ ഇത്ര ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ വാഹനങ്ങൾ ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് 4x4 ആയാലും 4x2 ആയാലും പെട്ടുപോകുന്ന സമയങ്ങളിൽ ഒരുപാട് ട്രൈ ചെയ്ത് അതിൻ്റെ ക്ലച്ചിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം റിക്കവർ ചെയ്യാൻ നല്ലാതെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധിപരമായിട്ടും ബുദ്ധിപരമായിട്ടും യുക്തിപരമായിട്ടും ശ്രമിച്ചില്ലെങ്കിൽ നമ്മളവിടെ ശക്തിപരമായിട്ട് ശ്രമിക്കേണ്ടി വരും, കെട്ടി വലിക്കേണ്ട വരും. അതെല്ലാവരും ശ്രദ്ധിച്ചോണേ. തള്ളിവിട്ടെ ജംനാഥൻ, തള്ളിവിട്ടെ. വീഡിയോ ഉണ്ടേ? എല്ലാരും കൂടി പിടിക്കും. ഞാൻ നിൽക്കുന്നത് നോക്കിയില്ല. അയ്യോ എങ്ങനെ പിടിക്കും? ഇത് പാങ്ങില്ല. ഇങ്ങോട്ട് കമത്താൻ കൊടുത്തു. ഇങ്ങോട്ട് കമത്താൻ 3 പേര് പിടിക്കും. അത്രയും പിടിക്കല്ലേ? നമ്മളെല്ലാരും വീടൊക്കെ ഉണ്ടോ? വീടുണ്ട്. നീ പടുത്തേ കാണുന്നു. നമുക്ക് എല്ലാവർക്കും ഈ കല്ല് കൂടെ മാറ്റാം. ഞാൻ മുമ്പ് പറയില്ലേ ഈ വണ്ടിക്ക് ഒരു ഓഫ് റോഡ് DNA ഉണ്ടെന്ന്. ആ ഓഫ് റോഡ് DNA ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടി കയറി പോകുന്നത്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ ഇൻഡിപെൻഡൻറ്റ്, ബാക്കിലെ സോളിഡ് സസ്പെൻഷനുമാണ്. അതുകൊണ്ട് മാത്രം അവിടെ ഇരുന്നുണ്ടോ വണ്ടി. അതങ്ങനെയാണ് വണ്ടി ഈസി ആയിട്ട് കയറി പോകുന്നത്. മറ്റുള്ള കാറുകളൊന്നും ഒരു കാരണവശാലും കയറി പോകത്തില്ല. കുടിക്കാനാണോ? മെട്രോ കളിക്കാൻ പോയവരാണോ? ജിംനിയിൽ നമ്മൾ 4x4 എൻഗേജ് ചെയ്തിട്ട് എന്താണ് ക്രോൾ ചെയ്ത് ജസ്റ്റ് കയറി പോകുന്നതാണ് കേട്ടോ. താരം കയറി വരുന്നുണ്ട്. അവിടെ കുറച്ച് ഒബ്സ്റ്റക്കിളുണ്ട്. താറിന് അത് നല്ലൊരു ഒബ്സ്റ്റക്കിളാണ്. ഞാനേ താരിക്ക് പോട്ടെ ശ്രദ്ധിക്കാനുള്ള താരിക്കേ ഇതുണ്ടോ? ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഗിഫ്റ്റാണ്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഗിഫ്റ്റാ. ഇനി നമ്മൾ കയറാൻ പോകുന്നു, അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പൊ നോക്കി ഓടിക്കാം. കിട്ടിയോടാ? എന്തെങ്കിലും കിട്ടിയോടാ? താറിലിട്ടിരിക്കുന്നത് നല്ല ടയറാട്ടോ. റോഡ് ക്രൂസാടെ RA1100 എന്ന് പറയുന്ന 80 ടയറാണ്. ഒരു 70% ഓൺ റോഡും 30% ഓഫ് റോഡിനും വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ടയറാണ്. പണ്ട് പറഞ്ഞോളാ, കാണുന്നില്ല. എത്തിയാടാ അവന്?
ഫൈനലി നമ്മളിതാ ഉറിമലയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉറിമല. ഇത് വാഗമണിലെ ഒരു ഹിഡൻ സ്പോട്ടാണ്. വാഗമണിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഒരു 4x4 വെഹിക്കിൾസ് ഉള്ളവരാണ് കൂടുതൽ ഇങ്ങോട്ട് കയറി വരാറ്. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ബൈക്സ് ഉള്ളവരുമാണ് കയറി വരാറുള്ളത്. പക്ഷേ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു റോഡ് അവിടെ നിന്ന് വരുന്നത് കാണാം. ആ റോഡ് വരുന്നത് ആക്ച്വലി ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ തീക്കോയി ആ സൈഡിൽ നിന്ന് കയറി വരുന്ന റോഡാണ്. അതിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. ഇവിടെ കയറി വരുന്നവർ ആ റോഡിലോട്ട് ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ പെട്ടിക്ക് ഓർഡർ കൊടുക്കേണ്ടി വരും. വണ്ടി കറങ്ങി ഫ്ലിപ്പായി മറിഞ്ഞ് താഴെ ചെല്ലും. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ താഴ്വാരങ്ങളിലായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ലെപ്പാഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 1-2 ഇപ്പോൾ 3 റീസെൻ്റ്ലി ഇതിൻ്റെ ഇങ്ങേ സൈഡായിട്ടുള്ള ഉറുമ്പിക്കര സൈഡിൽ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലെപ്പാഡ് ചത്ത് കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. പുലിയുടെ മറ്റേ പന്നിയുടെ അതിൻ്റെ അള്ള് പിടിച്ച് സംഭവം ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഫോറസ്റ്റ് കുറച്ച് നായൊക്കെ ആയിട്ട് വന്നിട്ട് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് ഒരു 3 കിലോമീറ്റർ ഓടിയിട്ട് അത് അവിടെ നിൽക്കേണ്ട വന്നു സാഹചര്യം വന്നു. ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറ്റാ പുലിയുടെ മോളുടെ കല്യാണം ഷൂട്ട് ചെയ്യാൻ പറ്റാ. ഏവർക്കും പുലിക്കാട്ടിലേക്ക് സ്വാഗതം. പുലിയുടെ പിന്നെ എന്നടാ ഫ്ലിപ്പോ എന്നതാ തപ്പിയെടുക്കാൻ വന്ന അപ്പൂസ് ബട്ടോസ് ചെയ്യാൻ വന്ന അപ്പോൾ ഗൈസ് സുസുക്കി ജിംനി 4x4നെയും മഹീന്ദ്ര താർ 4x2 ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 2 വാഹനങ്ങളും 2 തലങ്ങളാണ്. ഒന്ന് 4x2 ഒന്ന് 4x4മാണ്. അപ്പോൾ നമ്മളിതിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടിക്കലാണ് ഈ താറെന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നമുക്ക് 4x4 താർ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഈ ഒരു ഔട്ടിങ് പോയപ്പം എത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. പക്ഷേ ഈസി ആയിരുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വണ്ടി പെട്ടില്ല. വണ്ടി സർവൈവ് ചെയ്യാൻ പറ്റും. ഈ മഹീന്ദ്ര എപ്പോഴും അവരുടെ വാഹനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓഫ് റോഡ് DNA ഈ വാഹനത്തിലുണ്ട്. അതിൻ്റെ ബാക്കിലെ സോൾഡ് ആക്സിസ് സസ്പെൻഷൻ, ആ സസ്പെൻഷനിലെ ടയറുകളിൽ തന്നെയാണ് എഞ്ചിനിന് പിടുത്തമുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ അവിടെ വന്ന് കഴിയുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ വണ്ടി ഈസി ആയിട്ട് സർവൈവ് ചെയ്ത് കയറി പോകുന്നുണ്ട്. പിന്നെ അപ്സൈസ് ചെയ്തിരിക്കുന്ന ടയറും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. റോഡ് ക്രൂസർ ടയറുകളും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. വണ്ടി ഈസി ആയിട്ട് ഫൺ പാക്ക് ഡ്രൈവ് ആയിരുന്നു. അതുപോലെ തന്നെ സുസുക്കി ജിംനിയിലേക്ക് വരുമ്പോൾ സുസുക്കി ജിംനിക്ക് ഫ്രണ്ടും ബാക്കും സോൾഡ് ആക്സിസ് സസ്പെൻഷനാണ്. കൂടാതെ BSLD എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ലോക്ക് പോലത്തെ ഒരു സംഭവം എഞ്ചിനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് വെയിറ്റ് കുറവാണ്. ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസ് ഉണ്ട്. ഇത്രയും മതിയല്ലോ ഒരു വണ്ടിക്ക് കയറിപ്പോയി. എന്തായാലും ഒരു ഫൺ പാക്ഡ് ഡ്രൈവ് ആയിരുന്നു. ഈ താറുള്ള വാഹനങ്ങൾ 4x2 വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. കാറുകൾക്ക് കയറാൻ പറ്റത്തില്ല. കയറി ക്ലച്ചൊക്കെ ബേണായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി അവിടെ നിന്ന് തൂക്കിക്കൊണ്ട് പോകേണ്ടി വരും. റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ കുറേ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വരിക ഇങ്ങോട്ടൊക്കെ. 4x4 വാഹനങ്ങൾ മാത്രം പ്രിഫർ ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്നത് 4x4 ജിംനി കാറ് വരും. 3 ഡോർ 2 വീൽ ഡ്രൈവ്. നമ്മൾ ഉദ്ദേശിച്ച പോലല്ല ഈ സാധനം സ്റ്റോക്ക് കണ്ടീഷൻ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വീൽ ഡ്രൈവ് ആണ്. വണ്ടി ഈസി ആയിട്ട് കയറി പോകും. ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. ഈ ഓഫ് റോഡിങ്ങിനകത്ത് ഒന്നും വലിയ പ്രശ്നമുള്ള കേസല്ല. നമുക്ക് പണിയെടുക്കാൻ വലിയ പാടൊന്നും. വണ്ടി ഈസി ആയിട്ട് കയറി പോകും. നാവിഗേഷൻ കാണിച്ചത് ആരാണ്?